ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാണ്. സുഭാഷിതം 22-ാം 9 തിരുവചനം. ദയയുടെ മൂർത്തിഭാവമായ ഒരു വിശുദ്ധനെ കുറിച്ച് ഇന്ന് ചിന്തിക്കാം. വിശുദ്ധ ബാസിൽ ഏഷ്യ മൈനറിൽ ജനിച്ചു. വൈദികനായി, പിന്നീട് മെത്രാനായി. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രം അത് നഗ്നർക്കുള്ളതാണ്, ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ അത് നഗ്നപാദർക്കുള്ളതാണ്, നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം അത് വിശക്കുന്നവർക്കുള്ളതാണ്, നിങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്ന പണം അത് ദരിദ്രർക്കുള്ളതാണ്, നിങ്ങൾ ചെയ്യാത്ത ഉപവി അത് നിങ്ങളുടെ അനീതിയാണ്. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയും ആര്യൻ പാഷണ്ഡികളും അദ്ദേഹത്തെ എതിർത്തു. എങ്കിലും എഴുത്തുകളും പ്രസംഗങ്ങളും വഴി അദ്ദേഹം പാഷണ്ഡികൾക്കെതിരെ പോരാടി. മരണമാണ് അദ്ദേഹത്തിന് വാഗ്ദാനം, ചക്രവർത്തിയുടേത്, അല്ലെങ്കിൽ വിപ്രവാസം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിപ്രവാസത്തെ ഭയമില്ല, ലോകമാണ് എൻ്റെ തറവാട്. ഏതാനും വസ്ത്രവും പുസ്തകങ്ങളും മാത്രമുള്ള എനിക്ക് മരണം എന്ത് ഭയം. പ്രിയപ്പെട്ടവരെ, നമുക്കും ദരിദ്രരെ സ്നേഹിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് AD 370 അദ്ദേഹം മരിച്ചത്. കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ ഏറ്റവും എളുപ്പവഴി കാരുണ്യവും ദയയും ദാനധർമ്മവുമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയട്ടെ, കവിയട്ടെ. ആമേൻ.